ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൈ നെയിം ഈസ് വെണ്ടേറ്റ എന്ന് പറയുന്ന ഒരു സിനിമയുമായിട്ടാണ്. ഒരു ആക്ഷൻ ത്രില്ലർ ഫാമിലി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് മൈ നെയിം ഈസ് വെണ്ടേറ്റ. ഗാങ്സ്റ്റർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. പെൺകുട്ടികളുടെ ഐസ് ഹോക്കി മാച്ചിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത്. നമ്മുടെ സോഫിയ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ അച്ഛനും അമ്മയും ഗാലറിയിലിരുന്ന് അവളെ ചീറപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പൊടുന്നനെ എതിർ ടീമിലെ കളിക്കാരി സോഫിയെ തള്ളിയിടുന്നു. ദേഷ്യം വന്ന സോഫി എഴുന്നേറ്റ് ചെന്ന് ആ പെൺകുട്ടിയോട് വഴക്കുണ്ടാക്കുന്നു. അതോടെ റഫറി ഫൗള് വിളിച്ച് നിശ്ചിത നേരത്തേക്ക് സോഫിയെ കളിക്കളത്തിന് പുറത്തിരുത്തുന്നു. ഇവൾക്കിതെന്താ ഇത്ര ദേഷ്യം? ഇതൊരു കളിയല്ലേ എന്ന് സോഫിയുടെ അമ്മ സോഫിയുടെ അച്ഛനായ സാൻഡോയോട് പറയുന്നു. ആരെങ്കിലും നമ്മളെ ആക്രമിച്ച നമ്മളത് സ്വയം ഡിഫെൻഡ് ചെയ്യണം എന്നായിരുന്നു സാൻഡോ ഭാര്യയോട് മറുപടി പറഞ്ഞത്. ടൈം ഔട്ടിന് ശേഷം കളിക്കളത്തിലേക്ക് തിരിച്ചു വന്ന സോഫി വളരെ നന്നായി കളിച്ച് ഗോളടിച്ച് തന്റെ ടീമിനെ വിജയിപ്പിക്കുന്നു. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് സോഫി അവിടെ നിന്നും പുറത്തേക്ക് വരുന്നു. അവളെ കാണുന്നതിന് വേണ്ടിയിട്ട് ഹക്കീം എന്ന അവളുടെ കൂട്ടുകാരൻ പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഹക്കീമിനെ കണ്ട ഉടനെ തന്നെ അവൾ വേഗം അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ ചുംബിക്കുന്നു. ശേഷം അവരിരുവരും അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്ത് സോഫിയുടെ അച്ഛനും അമ്മയും ഇത് കണ്ടുകൊണ്ട് കുറച്ച് ദൂരത്തായി നിൽപ്പുണ്ട്. സോഫിയുടെ റിലേഷൻ അവർക്കും അറിയാം. എങ്കിലും സാൻഡോ കുറച്ച് ഗൗരവഭാവത്തിലാണ് മകളെയും ഹക്കീമിനെയും നോക്കി നിന്നത്. അത് കണ്ട ഭാര്യ സാൻഡോയോട് ചോദിക്കും, എന്തുപറ്റി, നിങ്ങൾക്ക് ഹക്കീമിനെ ഇഷ്ടമല്ലേ? അവൻ നല്ല പയ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവൻ എന്റെ മകളെ വേദനിപ്പിച്ച പിന്നെ ഞാൻ ഡീൽ ചെയ്യുന്നത് സൗമ്യമായിട്ടായിരിക്കില്ല എന്ന് സാൻഡോ മറുപടി പറയുന്നു. അത് കേട്ട് ഭാര്യ പുഞ്ചിരിക്കുന്നു. കാരണം സാൻഡോ എന്ന വ്യക്തി ഭർത്താവായിട്ടും അച്ഛനായിട്ടും ഒരു കൂളായ വ്യക്തിയാണ്. തുടർന്ന് നമ്മുടെ സോഫി ഹക്കീമിനോട് യാത്ര പറഞ്ഞ് അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് വരുന്നു. മകളുടെ വിജയത്തിൽ ആ അച്ഛനും അമ്മയും അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ശേഷം അവരവിടെ നിന്ന് പുറപ്പെടാൻ നോക്കുമ്പോൾ സോഫി വണ്ടിയിലേക്ക് കയറിയില്ല. എന്താണ് കാര്യമെന്ന് അമ്മ അവളോട് ചോദിക്കുന്നു. അപ്പോൾ സോഫി പറയും, ഞാൻ ജയിച്ച അച്ഛനെന്നെ അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞാണ്. വാക്ക് മാറ്റൂലെന്ന് എനിക്ക് ഉറപ്പ് തന്നാലേ ഞാൻ കയറുള്ളൂ. അച്ഛാ വാക്ക് മാറൂലല്ലോ? ഇല്ലാന്ന് പോവാം എന്ന് സാൻഡോ മകളോട് പറയുന്നു. ഉടനെ തന്നെ അവൾ വളരെയധികം സന്തോഷത്തിൽ വണ്ടിയിലേക്ക് കയറുന്നു. അങ്ങനെ അതിനുശേഷം അവർ മൂവരും അവരുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ സാൻഡോയും സോഫിയും സോഫി പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ സോഫിയുടെ അമ്മ സാൻഡോയോട് പറയും, അത് വളരെ അപകടം പിടിച്ച സ്ഥലമല്ലേ, നിങ്ങൾ എന്തിനാണ് അവൾക്ക് വാക്ക് കൊടുത്തത്? എടോ ഭാര്യയെ, നീ ഒന്നും പേടിക്കൊന്നും വേണ്ട. അവൾക്ക് 18 വയസ്സാകുമ്പോഴല്ലേ ലൈസൻസ് ഉടനെ തന്നെ കിട്ടും. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് പഠിപ്പിച്ചെടുക്കണം, അത്രേ ഉള്ളൂ, നീ പേടിക്കാതിരിക്കെ എന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് ഒരു ഉമ്മയും കൊടുത്ത് അവളെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും പുറപ്പെടുന്നു. സോഫിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അത് തന്നെയായിരുന്നു അമ്മയുടെ ടെൻഷൻ എന്ന് ഇപ്പം മനസ്സിലായല്ലോ അല്ലേ? എന്തായാലും സോഫി നല്ല കിട്ടിലനായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഒരു അടിപൊളി ഓഫ് റോഡ് റൈഡ്. റൈഡൊക്കെ കൊള്ളാം. ഏതായാലും മിററൊന്നു പോയി. പൊട്ടിപ്പോയ കണ്ണാടിക്ക് അവൾ അച്ഛനോട് സോറി പറയുന്നു. ഒന്നും കുഴപ്പമില്ല മോളെ, നമുക്കത് പിന്നീട് ശരിയാക്കാം എന്ന് വളരെ കൂളായ മറുപടിയാണ് അച്ഛൻ അവളോട് പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു ദൂരം നടന്നതിന് ശേഷം അവർ ഒരു തടാകത്തിന് മുന്നിലെത്തുന്നു. രണ്ടുപേരും ആ തടാകത്തിന് മുന്നിൽ വിശ്രമിച്ച് ഭക്ഷണം കഴിച്ച് ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തവണ വരുമ്പോൾ നിന്റെ അമ്മയെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അവൾ ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് സാൻഡോ മകളോട് പറയുന്നു. ഡാഡി, അടുത്ത ആഴ്ച ഞാനും ഹക്കീമും കൂടി മോട്ടോർ സൈക്കിളിൽ ഒരു റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല, കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും. അച്ഛൻ സമ്മതിക്കണം. മാത്രമല്ല അമ്മയെയും ഒന്ന് കൺവിൻസ് ചെയ്യണം എന്ന് സോഫി സാൻഡോയോട് പറയുന്നു. ഒരൽപ്പം ഗൗരവത്തിലാണ് ആദ്യമൊക്കെ ഇരുന്നതെങ്കിലും സാൻഡോ പുഞ്ചിരിച്ചുകൊണ്ട് മകളുടെ ആഗ്രഹത്തിന് സമ്മതം നൽകുന്നു. ഡാഡി, വളരെ ചെറുപ്രായത്തിൽ തന്നെ ഡാഡി എന്തിനാ കലാബ്രിയയിൽ നിന്നും ഇത്രയും റിമോട്ടായ ഈ വില്ലേജിലേക്ക് മാറിയത് എന്ന് സോഫി സാൻഡോയോട് ചോദിക്കുന്നു. പ്രണയത്തിനു വേണ്ടി എന്നായിരുന്നു സാൻഡോ മകളോട് മറുപടി പറഞ്ഞത്. അമ്മ വളരെ ലക്കിയാണ് എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സോഫിയും പറയുന്നു. ശേഷം അവരവിടെ നിന്ന് തിരിച്ചു വരാൻ തുടങ്ങുന്നു. ആ സമയത്ത് സോഫി സാൻഡോയോട് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറയുന്നു. പക്ഷേ സാൻഡോ അതിന് സമ്മതിച്ചില്ല. നിനക്കറിയാലോ, എനിക്ക് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ല, വാ പോവാൻ നോക്കാം എന്ന് പറഞ്ഞ് സാൻഡോ അവിടെ നിന്ന് വേഗത്തിൽ നടക്കുന്നു. ജീപ്പിനടുത്തെത്തി അതിന്റെ പൊട്ടിപ്പോയ മിറർ അയാൾ തൽക്കാലത്തേക്ക് ശരിയാക്കുകയായിരുന്നു. ആ സമയത്ത് സോഫി എന്ത് ചെയ്തെന്നോ, സാൻഡോ അറിയാതെ അവൾ അയാളുടെ ഒരു ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് അവൾ അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. ഉടനെ തന്നെ ബയോമെട്രിക് ഡാറ്റകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ച് സാൻഡോയുടെയും സോഫിയുടെയും ഫോട്ടോകൾ ആരൊക്കെയോ അനലൈസ് ചെയ്യുന്നതായി കാണിക്കുന്നു. ബയോമെട്രിക് ഡാറ്റകളെല്ലാം മാച്ച് ആവുന്നുണ്ട്. ഉറപ്പാണ് ഇത് അയാൾ തന്നെയാണ്. വി ഗോട്ട് ഹിം സർ എന്ന് റൂഡി എന്ന ഗാങ്സ്റ്റർ സാൻഡോയുടെ ഫോട്ടോയും കാണിച്ച് തലവനായ ഡോൺ ഏഞ്ചലോയോട് പറയുന്നതാണ് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത്. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. തുടർന്ന് മരമില്ലിൽ ജോലി ചെയ്യുന്ന സാൻഡോയെയാണ് കാണിക്കുന്നത്. സാൻഡോയ്ക്കൊപ്പം തന്നെ പാട്രിക് എന്ന ഫ്രണ്ടും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. മരമുറിക്കുന്ന മെഷീന് എന്തോ തകരാറ് വന്നപ്പോൾ പാട്രിക് നമുക്കത് നാളെ ശരിയാക്കാം, ഇന്നേതായാലും നേരം വൈകി നമുക്ക് പോയേക്കാമെന്ന് സാൻഡോയോട് പറയുന്നു. പക്ഷെ എന്തായാലും ഇന്ന് തന്നെ അത് ശരിയാക്കിയിട്ടേ ഞാൻ വീട്ടിലേക്കുള്ളൂ എന്ന് സാൻഡോ
സാൻഡോ പാട്രിക്കിനോട് പറയുന്നു. അതോടൊപ്പം തന്നെ സാൻഡോ പാട്രിക്കിനോട് ഒരു സഹായം കൂടി ചോദിക്കുന്നു. സാധാരണ സോഫിയെ പ്രാക്ടീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് സാൻഡോയാണ്. ഇന്നേതായാലും ഈ പണിയുള്ളതുകൊണ്ട് അവനത് പറ്റില്ല. അതുകൊണ്ട് പാട്രിക്കിനോട് സോഫിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നാക്കാൻ സാൻഡോ ആവശ്യപ്പെടുന്നു. അത് ചെയ്യാമെന്നും പറഞ്ഞ് പാട്രിക്ക് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ പാട്രിക്ക് സോഫിയെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ശേഷം സോഫി ഡ്രസ്സെല്ലാം വാഷ് ചെയ്യുന്നതിന് വേണ്ടി മുകളിലത്തെ നിലയിലേക്ക് പോകുന്നു. താഴെയാവട്ടെ ഡൈനിങ് റൂമിലിരുന്ന് സോഫിയുടെ അമ്മ പാട്രിക്കിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം അവരറിയാതെ റൂഡിയും ഒരു വാടക കൊലയാളിയും ആ വീടിനുള്ളിലേക്ക് കയറി വരുന്നു. ആ വാടക കൊലയാളിയുടെ തലയിൽ ഒരു ഗോപ്രോ ഘടിപ്പിച്ചിരുന്നു. അതുവഴി അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അയാൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വാതിലടയുന്ന ശബ്ദം കേട്ടപ്പോൾ അത് സാൻഡോ ആയിരിക്കുമെന്ന് കരുതി സോഫിയുടെ അമ്മ പുറത്തേക്ക് വരുന്നു. കൊലയാളികളെ കണ്ട അവൾ ഞെട്ടി വിറച്ച് പാട്രിക്കിനെ വിളിക്കുന്നു. റൂഡി കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് ദണ്ടെടുത്ത് സോഫിയുടെ അമ്മയെ അടിച്ച് പരിക്കേൽപ്പിക്കുന്നു. തടയാൻ വന്ന പാട്രിക്കിനെ കൂടെയുണ്ടായിരുന്ന വാടക കൊലയാളിയും ചന്നം ഭിന്നം അടിക്കുന്നു. പാട്രിക്കിനെ അടിച്ചു കൊന്ന് ചോരയൊലിക്കുന്ന ആ മുഖം ആ വാടക കൊലയാളി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. അതായത് അവർ വിചാരിച്ചിരിക്കുന്നത് അത് സാൻഡോയാണെന്നാണ്. ഒരു ഫോട്ടോ മാത്രം കണ്ട് കൊല്ലാൻ വന്നതല്ലേ. പാട്രിക്കിനെയും സാൻഡോയെയും കണ്ടാൽ ഏകദേശം ഒരുപോലെയാണ് താനും. അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. റൂഡിയാവട്ടെ യാതൊരു കരുണയും കാണിക്കാതെ സോഫിയുടെ അമ്മയെ ബേസ്ബോൾ ബാറ്റ് വെച്ച് നിഷ്കരുണം തല്ലിച്ചതക്കുകയാണ്. ഇതേസമയം മുകളിലായിരുന്ന സോഫി അമ്മയുടെ കരച്ചിൽ കേട്ട് അതെന്താണെന്നറിയാൻ അങ്ങോട്ടേക്ക് വരുന്നു. ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയ അവൾ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. റൂഡിയാവട്ടെ അവളെ പിടിക്കുന്നതിന് വേണ്ടി അവളുടെ പിന്നാലെ ഓടുന്നു. അങ്ങനെ തലനാരിഴയ്ക്ക് സോഫിയ ആ കൊലയാളികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. കാട്ടിലേക്ക് ഓടിക്കയറിയ സോഫിക്ക് പിന്നാലെ ആ കൊലയാളികൾ പോയെങ്കിലും അവളെ അവർക്ക് കണ്ടുകിട്ടിയില്ല. അവിടെ നടന്ന കൊലപാതകങ്ങൾ ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് തൽക്കാലത്തേക്ക് ആ കൊലയാളികൾ അവിടെ നിന്ന് പിൻവാങ്ങുന്നു. മില്ലിലെ ജോലിയെല്ലാം തീർത്ത് രാത്രി ഏറെ വൈകി സാൻഡോ വീട്ടിലേക്ക് വരുന്നു. പോകുന്ന വഴിയിലെല്ലാം ഭാര്യയെയും മകളെയും അയാൾ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവരാരും ഫോൺ എടുത്തിരുന്നില്ല. അങ്ങനെ വീട്ടിലേക്ക് എത്തിയ സാൻഡോ കാണുന്നത് തന്റെ പ്രിയതമയുടെ ശവശരീരമാണ്. അയാൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്നാണ് അയാൾ മകളെക്കുറിച്ച് ഓർത്തത്. സോഫിയ സോഫിയ എന്ന് അലറിക്കരഞ്ഞുകൊണ്ട് അയാൾ മകളെ അന്വേഷിക്കുന്നു. അപ്പോഴേക്കും സോഫിയ കാട്ടിൽ നിന്നും വീടിന് പുറത്തേക്ക് എത്തിയിരുന്നു. അകത്തേക്ക് കയറാൻ ശ്രമിച്ച അവളെ അതിന് സമ്മതിക്കാതെ സാൻഡോ അവിടെ നിന്നും വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോകുന്നു. എനിക്ക് മമ്മയെ കാണണം, ആംബുലൻസ് വിളി, മമ്മയെ കാണണം എനിക്ക് എന്ന് സോഫി സാൻഡോയോട് കരഞ്ഞു പറയുന്നു. അവൾ മരിച്ചു കഴിഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം എന്ന് പറഞ്ഞ് സാൻഡോ സോഫിയെ ബലാത്കാരമായി ജീപ്പിലേക്ക് കയറ്റി അവിടെ നിന്നും പുറപ്പെടുന്നു. നമ്മൾ എന്തിനായി ഓടിപ്പോകുന്നത്? എനിക്ക് മമ്മയെ കാണണം, മമ്മയെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ പപ്പയ്ക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്കറിയണം ഈ സംഭവിക്കുന്നതെല്ലാം എന്താണെന്ന് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് സോഫിയ ജീപ്പിന്റെ ഹാൻഡ് ബ്രേക്ക് ഇടുന്നു. എനിക്കതിപ്പോ നിന്നോട് പറയാൻ പറ്റില്ല, മനസ്സിലായോ എനിക്ക് എന്ന് സാൻഡോ അവളോട് ആക്രോശിക്കുന്നു. തന്റെ പപ്പയുടെ ആ മാറ്റം കണ്ട് സോഫിയ തരിച്ചിരുന്നു പോയി. നിസ്സഹായതയോടെ മകളെ നോക്കിയിട്ട് സാൻഡോ അവിടെ നിന്ന് വണ്ടിയെടുക്കുന്നു. തുടർന്ന് റൂഡിയെയാണ് കാണിക്കുന്നത്. ഡോൺ ഏഞ്ചലോ അവനെ വിളിച്ച് ഗുഡ് ന്യൂസ് ആണോ ബാഡ് ന്യൂസ് ആണോ പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു. ആ പെൺകുട്ടി ഓടിപ്പോയതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഗുഡ് ന്യൂസ് ആണ് എന്ന് റൂഡി മറുപടി പറയുന്നു. എങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞ് ഡോൺ ആഞ്ചലോ ഫോൺ കട്ട് ചെയ്യുന്നു. ഇതേസമയം മറുവശത്ത് സോഫിയയും കൊണ്ട് സാൻഡോ എത്തിച്ചേർന്നിരിക്കുന്നത് വിജനമായ ഒരു പഴയ കെട്ടിടത്തിലാണ്. ഇത് ഏത് സ്ഥലമാണ്? നമ്മൾ എന്തിനാണ് ഇവിടെ ഒളിച്ചു താമസിക്കുന്നത്? നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞൂടെ എന്ന് സോഫി സാൻഡോയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. മോളെ, ഞാൻ പറയുന്നത് കേൾക്ക്, നമുക്ക് ഈ കാര്യങ്ങളൊന്നും പോലീസിനോട് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ വളരെ വലിയൊരു അപകടത്തിലാണ്. നമ്മളിപ്പോൾ ജീവനോടെ ഉള്ളതുപോലും ഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് സാൻഡോ സോഫിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സോഫിയ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവൾ വേഗം തന്നെ അവിടെ നിന്നും പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. ദേഷ്യം വന്ന സാൻഡോ അവളെ പിടിച്ചു നിർത്തി വായടച്ച് മിണ്ടാതിരിക്കെ, നീ ഇപ്പൊ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി എന്ന് അവളോട് ആക്രോശിക്കുന്നു. പാവം സോഫി സ്തബ്ധയായി നിന്നുപോയി. മറുവശത്ത് ഡോൺ ആഞ്ചലോയുടെ വീട്ടിലെത്തിയ റൂഡി അവർ റെക്കോർഡ് ചെയ്തിരുന്ന വീഡിയോ ആഞ്ചലോയെ കാണിക്കുന്നു. ആ സമയത്ത് ആഞ്ചലോയുടെ മകൻ മിച്ചലും അവരോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. ആ വീഡിയോയിലുള്ളത് സാൻഡോ അല്ല എന്ന് ഡോൺ ആഞ്ചലോയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. മലര് ഇതവനല്ല, അയാൾ ദേഷ്യത്തോടെ റൂഡിയോട് പറയുന്നു. റൂഡി ഉടനെ തന്നെ കൂടെയുണ്ടായിരുന്ന ആ വാടക കൊലയാളിയെ ഫോൺ വിളിച്ചിട്ട് ടാർഗറ്റ് മാറിപ്പോയ കാര്യം അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് അവനെ തീർത്തില്ലെങ്കിൽ അവൻ നമുക്കെല്ലാവർക്കും ശവക്കല്ലർ തോണ്ടും എന്ന് റൂഡി വാടക കൊലയാളിയെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിട്ടൂസയോട് ആ ബാസ്റ്റഡ് ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം പറഞ്ഞേക്കെന്ന് റൂഡി അവനോട് പറയുന്നു. ഇതേസമയം മറുവശത്ത് നമ്മുടെ സാൻഡോ മുടിയൊക്കെ വെട്ടി താടിയൊക്കെ വടിച്ച് അയാളുടെ ഇപ്പോഴുള്ള രൂപം മാറ്റുന്നു. ശേഷം സാൻഡോയും ഡോണാഞ്ചലോയും തമ്മിലുള്ള ശത്രുതയുടെ കാരണം ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിച്ചു തരുന്നു. ഈ ഡോണാഞ്ചലോയ്ക്ക് മിച്ചലിനെ കൂടാതെ
മറ്റൊരു മകനും കൂടി ഉണ്ടായിരുന്നു. അവനെ വെടിവെച്ച് കൊന്നത് നമ്മുടെ സാന്റോയാണ്. പിന്നീട് സാന്റോ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം ഒരുക്കി വെക്കുകയാണ്. കുറെ ഫേക്ക് നമ്പർ പ്ലേറ്റുകൾ, മൊബൈൽ ഫോണുകൾ, കൂടാതെ അവരുടെ പാസ്പോർട്ടുകളും. ആ സമയത്ത് സോഫിയ അങ്ങോട്ടേക്ക് വന്ന് കരഞ്ഞും ദേഷ്യപ്പെട്ടും നിലവിളിച്ചും എല്ലാം ഈ സംഭവിക്കുന്നതൊക്കെ എന്താണെന്ന് സാന്റോയോട് ചോദിക്കുന്നു. അങ്ങനെ അയാൾ സോഫിയോട് തന്റെ പൂർവ്വകാല കഥ പറയുന്നു. നിന്റെ അമ്മയെ പരിചയപ്പെടുന്നതിന് മുമ്പ് വരെ എന്റെ ജീവിതം പൂർണ്ണമായും മറ്റൊരു രീതിയിലായിരുന്നു. ഞാൻ മറ്റൊരു മനുഷ്യനായിരുന്നു. ഒരു മാഫിയ ഗ്രൂപ്പിലെ അംഗമായിരുന്നു ഞാൻ. കൊല്ലും കൊലയും മാത്രമായിരുന്നു എന്റെ ജീവിതം. ഡൊമിനിക്കോ ഫ്രാൻസി, അതാണ് എന്റെ യഥാർത്ഥ പേര്. പാവം സോഫിയ ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ അവൾ പകച്ചു നിന്നുപോയി. അല്പസമയത്തിനുള്ളിൽ അവൾ സാന്റോയോട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. നിങ്ങൾ കാരണം എന്റെ ജീവിതം വെറും നുണയായി മാറി. എന്റെ മമ്മ മരണപ്പെട്ടതും നിങ്ങൾ കാരണമാണ്. പാവം സാന്റോ തിരിച്ച് മറുപടിയൊന്നും പറയാൻ കഴിഞ്ഞില്ല. മകൾക്ക് മുന്നിൽ തലകുനിച്ച് നിസ്സഹായനായി അയാൾ ഇരുന്നു. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഈ സാന്റോ വിളി ഒഴിവാക്കാം കേട്ടോ. പുള്ളിക്കാരന്റെ പേര് ഫ്രാൻസി എന്നല്ലേ, നമുക്ക് ഇനി അങ്ങനെ തന്നെ വിളിക്കാം. അല്പസമയത്തിന് ശേഷം ഫ്രാൻസി ഷോട്ട് ഗണ്ണും സൈലൻസർ പിടിപ്പിച്ച ഗണ്ണും ഒക്കെ ഒരു ബാഗിലേക്ക് വെച്ച് അവിടെ നിന്നും പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. ഇത് കണ്ട സോഫി, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഫ്രാൻസിയോട് ചോദിക്കുന്നു. സോഫിയ, എനിക്കിപ്പോൾ നിന്നോട് ഒന്നേ പറയാനുള്ളൂ, എന്നെ വിശ്വസിക്കുക. ഞാൻ വിളിച്ചാലോ അല്ലെങ്കിൽ എന്നെ വിളിക്കാനോ അല്ലാതെ ഈ ഫോൺ ഉപയോഗിക്കരുത് എന്നും പറഞ്ഞ് ഫ്രാൻസി സോഫിയയുടെ കയ്യിലേക്ക് ഒരു ഫോൺ നൽകുന്നു. എനിക്ക് വേണ്ടി ഇവിടെ തന്നെ കാത്തിരിക്കണം. ഞാൻ എത്രയും പെട്ടെന്ന് മടങ്ങി വരും. ഞാൻ ഉറപ്പു തരുന്നു, നമുക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് അയാൾ സോഫിയയ്ക്ക് ഉറപ്പു നൽകുന്നു. എല്ലാം കേട്ടു നിൽക്കാനല്ലാതെ മറുത്തൊന്നും പറയാൻ സോഫിയയ്ക്ക് കഴിഞ്ഞില്ല. ശേഷം ഗണ്ണുകളിറങ്ങിയ ബാഗുമെടുത്ത് അയാൾ അവിടെ നിന്നും പോകുന്നു. ഏറെ നേരം അവിടെ ഇരുന്ന് ചിന്തിച്ച സോഫിയ അവസാനം ഹക്കീമിനെ ഫോൺ വിളിച്ച് അവനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. ആ സമയത്ത് ആ ഫോൺ കോളുകൾ ആരോ ട്രാക്ക് ചെയ്യുന്നതായിട്ട് ചെറിയൊരു വിഷ്വൽ കാണിക്കുന്നു. ഇനി മുതൽ അയാൾ എന്റെ അച്ഛനല്ല. അയാൾക്ക് എന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് ഒരു ചുക്കുമില്ല. നീ വന്ന് എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് സോഫിയ ഹക്കീമിനോട് പറയുന്നു. ഹക്കീം അവളോട് സമാധാനമായിരിക്കാൻ പറയുന്നു. എന്നിട്ട് ഒട്ടും സമയം കളയാതെ അവൻ സോഫിയയുടെ അടുത്തേക്ക് പുറപ്പെടുന്നു. ആ സീൻ കട്ട് ചെയ്ത് വിട്ടൂസ എന്ന് പറയുന്ന ഗാങ്സ്റ്ററെയാണ് കാണിക്കുന്നത്. ഫ്രാൻസി മരിച്ചിട്ടില്ല എന്ന് വിട്ടൂസയോട് പറയണമെന്ന് നേരത്തെ റൂഡി പറഞ്ഞത് ഓർമ്മയില്ലേ? അക്കാര്യം ആ ഗാങ്സ്റ്റർ വിട്ടൂസയെ വിളിച്ചു പറയുകയാണ്. ഇപ്പോൾ മാഫിയൻ സംഘത്തിലൊക്കെ ആണെങ്കിലും ഈ വിട്ടൂസ ഇപ്പോൾ ഒരു റെസ്റ്റോറന്റ് ആണ് നടത്തുന്നത് കേട്ടോ. വെറും റെസ്റ്റോറന്റ് അല്ല, റെസ്റ്റോറന്റിന്റെ മറവിൽ ഒരു ഗാങ്സ്റ്റർ സംഘം. അങ്ങനെ റെസ്റ്റോറന്റിലെത്തിയ വിട്ടൂസ അലമാരയിൽ വെച്ചിരുന്ന അവന്റെ തോക്ക് എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് നേരത്തെ അവിടെ ഒളിച്ചിരുന്ന നമ്മുടെ ഫ്രാൻസി വിട്ടൂസയെ പിന്നിൽ നിന്നും വന്ന് അടിച്ച് താഴെയിടുന്നു. ശേഷം അവനെ വളച്ച് പിടിച്ചു നിർത്തി ഫ്രാൻസി അവന്റെ പള്ളയ്ക്ക് കത്തി കയറ്റുന്നു. ശേഷം അവനെ കത്തിമുനയിൽ നിർത്തി തന്റെ ഭാര്യയെ കൊന്നത് ആരാണെന്ന് ഫ്രാൻസി അവനോട് ചോദിക്കുന്നു. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. ഇന്നലെയാണ് അവർ വന്നത്. ഒരു അരമണിക്കൂറോളം മാത്രമേ അവർ എന്നോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് സത്യമായിട്ടും ഒന്നും അറിയില്ല എന്ന് വിട്ടൂസ ഫ്രാൻസിയോട് കെഞ്ചി പറയുന്നു. നിന്നെ കൊല്ലാൻ തന്നെയാണ് ഞാൻ വന്നത്. പക്ഷെ ഒരു പന്നിയെപ്പോലെ ചാവുന്നതിന് മുമ്പ് നീ നരകിക്കണം. എനിക്ക് വേണ്ടതെന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അതിന്റെ ഉത്തരം നീ തന്നാൽ ഒരു പക്ഷേ നിന്നെ ഞാൻ ആശുപത്രിയിൽ എത്തിച്ചേക്കും എന്ന് ഫ്രാൻസി വിട്ടൂസയെ ഭീഷണിപ്പെടുത്തുന്നു. അതോടെ ഡോണാഞ്ചലോയുടെ ഇപ്പോഴത്തെ വലങ്കൈയായ റൂഡിയാണ് ആ കൃത്യം ചെയ്തത് എന്ന് വിട്ടൂസോ ഫ്രാൻസിയോട് പറയുന്നു. രക്ഷപ്പെടാൻ ഇനി നിനക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂ, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഫ്രാൻസി അവൻ വിട്ടൂസയെ കുത്തിയ കത്തി വലിച്ചൂരി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ വിട്ടൂസോ മർഗയ. ഇതേസമയം മറുവശത്ത് ഹക്കീം സോഫിയയുടെ അടുത്തെത്തുന്നു. ഒട്ടും സമയം കളയാതെ ഹക്കീം സോഫിയയും കൂട്ടി അവിടെ നിന്നും പുറപ്പെടുന്നു. ഇതേസമയം ഹക്കീമിന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് ആ വാടക കൊലയാളിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരെയും കണ്ട ഉടനെ തന്നെ വാടക കൊലയാളി കാറ് ഡ്രിഫ്റ്റ് ചെയ്ത് അവർക്ക് പിന്നാലെ പോകുന്നു. അയാൾക്ക് പിടികൊടുക്കാതെ ഹക്കീം ബൈക്ക് പറപ്പിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം നമ്മുടെ ഫ്രാൻസി ആ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നു. വീടിനുള്ളിൽ എവിടെയും സോഫിയയെ കാണാത്തതുകൊണ്ട് ഫ്രാൻസി വീടിന് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെ ടയർ മാർക്സ് കാണുന്നു. ഒട്ടും സമയം കളയാതെ അയാൾ വേഗം തന്നെ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഇവിടെ ആ വാടക കൊലയാളിയാവട്ടെ ഹക്കീമിനെയും സോഫിയയെയും ഷൂട്ട് ചെയ്ത് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാഗർ ഇലിയാസ് ജാക്കിയെ കൊല്ലാമെന്ന ഷാർപ്പ് ഷൂട്ടറെ പോലെ നല്ല ഉന്നായതുകൊണ്ട് ഒരുണ്ട പോലും അവരുടെ ദേഹത്ത് കൊണ്ടില്ല. പക്ഷേ നിർഭാഗ്യവശാൽ മരങ്ങൾക്കിടയിലൂടെ പായുകയായിരുന്ന ഹക്കീമിന്റെ ബൈക്ക് ഒരു മരത്തിടയിൽ തട്ടി ഇരുവരും താഴെ വീഴുന്നു. പാവം ഹക്കീം വീഴ്ചയിൽ അവന്റെ കാലുകൾക്ക് പരിക്കു പറ്റുന്നു. സോഫിയ, നീ ഓടിക്കോ, ഓടി രക്ഷപ്പെട് എന്ന് ഹക്കീം സോഫിയോട് പറയുന്നു. പക്ഷെ അപ്പോഴേക്കും അവിടെ എത്തിയ വാടക കൊലയാളി ഹക്കീമിന്റെ തലയിലേക്ക് തന്നെ നിറയൊഴിച്ച് അവനെ കൊല്ലുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സോഫിയെ അയാൾ കടന്നു പിടിച്ച് അയാളുടെ വരുതിയിലാക്കുന്നു. അവളെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ച അയാളുടെ മുഖത്തേക്ക് അവൾ കാർക്കിച്ചു തുപ്പുന്നു. അയാളുടെ മൂക്ക് തലകൊണ്ട് ഇടിച്ചു പരത്തിയും കൈ കടിച്ചു പറിച്ചുമൊക്കെ സോഫിയ അയാളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ ശ്രമമെല്ലാം പരാജയപ്പെട്ടു. ആ വാടക കൊലയാളി അവളെ പിടിച്ചു കെട്ടി കാറിന്റെ ഡിക്കിയിലേക്ക് ഇടുന്നു. ശേഷം കാറിൽ കയറി അവിടെ നിന്ന് പുറപ്പെടാനൊരുങ്ങുന്നു. അങ്ങനെ ഫ്രാൻസിയും വാടക കൊലയാളിയും തമ്മിൽ കിടിലൻ ഫൈറ്റ് നടക്കുന്നു. ഫ്രാൻസി അവനെ ശരിക്ക് പഞ്ഞിക്കിടുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ വാടക കൊലയാളി കയ്യിലുണ്ടായിരുന്ന കത്തി ഫ്രാൻസിയുടെ വയറ്റിലേക്ക് കുത്തിയിറക്കുന്നു. ഇതേസമയം നമ്മുടെ സോഫിയ കാറിനുള്ളിൽ നിന്നും അവളുടെ കയ്യിലേക്ക് ഇട്ട് എങ്ങനെയൊക്കെയോ കൂടി പൊട്ടിച്ച് ഡിക്കി ചവിട്ടി തുറക്കുന്നു.
അതിനുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങിയ സോഫിയ തന്റെ അച്ഛനെ വെടിവെച്ച് കൊല്ലാൻ നിൽക്കുന്ന ആ വാടക കൊലയാളിയെ കയ്യിൽ കിട്ടിയ കമ്പ് ഉപയോഗിച്ച് അറഞ്ചം പുറഞ്ചം തല്ലുന്നു. ഒട്ടും സമയം കളയാതെ ഫ്രാൻസി അവന്റെ മേലേക്ക് ചാടി വീണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് തട്ടിപ്പറിച്ച് അവനെ വെടിവെച്ച് കൊല്ലുന്നു. പാവം സോഫിയ ഹക്കീമിന്റെ ശവശരീരം നോക്കി വിഷമത്തോടെ നിൽക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് ഡോൺ ആഞ്ചലോയെയും അയാളുടെ മകനെയുമാണ് കാണിക്കുന്നത്. ഈ സിറ്റിയിലെ പ്രബല ശക്തികളാണ് നമ്മളിപ്പോൾ. എണ്ണിത്തീർക്കാൻ പറ്റാത്തത്ര സമ്പാദ്യവും ഇപ്പോൾ നമ്മുടെ പക്കലുണ്ട്. സിറ്റികളുടെ നാനാഭാഗത്തുമായിട്ട് പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ നമ്മുടെ പേരിലുണ്ട്. പഴയ എന്തോ കുടിപ്പകയുടെ പേരിൽ ഇതെല്ലാം നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് മിച്ചൽ ഡോൺ ആഞ്ചലോയോട് പറയുന്നു. ദേഷ്യം കൊണ്ട് വിറച്ച ഡോൺ ആഞ്ചലോ അവന്റെ കർണക്കുറ്റി നോക്കി ഒരൊറ്റയടി. ആ ഫ്രാൻസി കൊന്നു തള്ളിയത് നിന്റെ ഏക സഹോദരനെയാണ്. അവന്റെ കൊരവള്ളി കുത്തി കീറുന്നതിന് പകരം നീ ഇവിടെ ഇരുന്ന് പണത്തിന്റെ കണക്ക് പറയുന്നു. നിന്റെ മുഖം കാണുമ്പോഴെല്ലാം എന്റെ മനസ്സിലേക്ക് തികട്ടി വരുന്നത് ഒരേ ഒരു ചിന്തയാണ്. അന്ന് അവന് പകരം നിന്റെ ജീവനായിരുന്നു ആ ഫ്രാൻസി എടുക്കേണ്ടിയിരുന്നത് എന്ന് വളരെ ദേഷ്യത്തോടെയും പരിഹാസത്തോടെയും മിച്ചലിനോട് പറഞ്ഞിട്ട് ഡോൺ ആഞ്ചലോ അവിടെ നിന്നും പോകുന്നു. ഇതേസമയം ഫ്രാൻസിയും സോഫിയയും സേഫായ മറ്റൊരു സ്ഥലം അന്വേഷിച്ച് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വയറിലെ മുറിവ് ഒരു കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഫ്രാൻസി വണ്ടി ഓടിക്കുന്നത്. ഫ്രാൻസിയുടെ ആ കഷ്ടപ്പാട് കണ്ട് സോഫിയയ്ക്ക് വളരെയധികം വിഷമം തോന്നുന്നു. അങ്ങനെ തലനാരിഴയ്ക്ക് ആ അപകടത്തിൽ നിന്നും അവർ രക്ഷപ്പെടുന്നു. ശേഷം അവർ രണ്ടുപേരും ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുന്നു. സോഫിയ ആവശ്യമായ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. ഫ്രാൻസി ആവട്ടെ ടോയ്ലറ്റിലേക്ക് ചെന്ന് അവന്റെ മുറിവിന്റെ വേദന സഹിച്ചു പിടിച്ച് തൽക്കാലത്തേക്ക് കുറച്ച് പഞ്ഞിയൊക്കെ വെച്ച് കെട്ടുന്നു. ശേഷം കാറിനടുത്തേക്ക് എത്തിയപ്പോഴേക്കും സോഫിയ സാധനങ്ങളെല്ലാം വാങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇനി വണ്ടി ഞാൻ ഓടിച്ചോളാം, പപ്പ റെസ്റ്റ് എടുത്തോളൂ എന്ന് അവൾ ഫ്രാൻസിയോട് പറയുന്നു. അങ്ങനെ ഫ്രാൻസി കാറിലേക്ക് കയറുന്നു. നമുക്ക് മിലാനിലേക്ക് പോവാമെന്ന് ഫ്രാൻസി സോഫിയോട് പറയുന്നു. അപ്പോൾ സോഫിയ ഫ്രാൻസിയോട് ചോദിക്കും, പപ്പ ഇതൊക്കെ എന്നാണ് അവസാനിക്കാൻ പോകുന്നത്? 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങിവെച്ച ഒരു ജോലിയുണ്ട്, അത് ഞാൻ ചെയ്തു തീർക്കുമ്പോൾ ഇതെല്ലാം അവസാനിക്കും എന്ന് ഫ്രാൻസി മകളോട് മറുപടി പറയുന്നു. അങ്ങനെ അവർ മിലാനിലേക്ക് പുറപ്പെടുന്നു. അടുത്ത സീനിൽ ഡോൺ ആഞ്ചലോ വിട്ടൂസോയുടെ മരണത്തെപ്പറ്റി മകനോട് പറയുന്നു. പപ്പ നോക്ക്, നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പപ്പയ്ക്ക് ഇതങ്ങ് വിട്ടൂടെ? ഏതോ ഒരുത്തിനു വേണ്ടി നമ്മുടെ സാമ്രാജ്യം മൊത്തം ഇല്ലാതാക്കണോ എന്ന് മിച്ചൽ അച്ഛനോട് ചോദിക്കുന്നു. രാവിലെ നിന്നോട് ഞാൻ പെരുമാറിയത് കുറച്ച് കൂടിപ്പോയി, പക്ഷെ നീ ഇപ്പോ എന്നെ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇതിൽ നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും എനിക്ക് അവനെ വേട്ടയാടിയേ പറ്റൂ എന്ന് ഡോൺ ആഞ്ചലോ മകനോട് പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് ഫ്രാൻസിയെയും സോഫിയയുമാണ് കാണിക്കുന്നത്. ഒരു സിറ്റിയിലെത്തിയ അവർ അവരുടെ കാറും അവിടെ ഉപേക്ഷിച്ച് പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറ് കുത്തി തുറന്ന് അതിൽ കയറി യാത്ര തുടരുന്നു. തുടർന്ന് ഡോൺ ആഞ്ചലോയും റൂഡിയും കൂടി ഡോക്ടർ ഫെരാരിയോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിച്ച് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഫെരാരിയോ, ഫേഷ്യൽ റിക്കഗ്നിഷൻ വഴി നിങ്ങൾ ഫ്രാൻസിയെ ഞങ്ങൾക്ക് കണ്ടെത്തി തന്നു. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അവൻ ഞങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. അവനിപ്പോ മിലാനിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. സർവൈലൻസ് ക്യാമറകൾ ഉപയോഗിച്ച് അയാളെയും മകളെയും ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ഡോൺ ആഞ്ചലോയും റൂഡിയും അയാളോട് ചോദിക്കുന്നു. അത് താൻ ചെയ്തോളാമെന്ന് ഫെരാരിയോ അവർക്ക് ഉറപ്പു നൽകുന്നു. ഇതേസമയം സോഫിയയും ഫ്രാൻസിയും മിലാനിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ക്ഷീണം കൊണ്ടാവണം ഫ്രാൻസി ഉറങ്ങുകയായിരുന്നു. കാറിന്റെ റേഡിയോയിലാവട്ടെ പിടികിട്ടാപ്പുള്ളിയായ ഫ്രാൻസിയെക്കുറിച്ചും അയാൾ ഇപ്പോൾ നടത്തിയിരിക്കുന്ന കൊലപാതകങ്ങളെക്കുറിച്ചും മകൾ സോഫിയെക്കുറിച്ചും അവരിരുവരും മിലാനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടുള്ള സംശയങ്ങളെക്കുറിച്ചുമെല്ലാം പോലീസിന്റെ അറിയിപ്പുകൾ റേഡിയോയിലൂടെ കേൾക്കാം. അപ്പോഴേക്കും ഫ്രാൻസിയും ഉറക്കമെഴുന്നേൽക്കുന്നു. അവർ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഫ്രാൻസി ആൾപ്പാർപ്പില്ലാത്ത വിജനമായ സ്ഥലത്ത് പൂട്ടിക്കിടക്കുന്ന ഒരു വീടും അത് വിൽക്കാനുള്ളതാണ് എന്നുള്ള ബോർഡും ശ്രദ്ധിക്കുന്നു. വേഗം തന്നെ വണ്ടി നിർത്താൻ അയാൾ സോഫിയോട് പറയുന്നു. ശേഷം ഇവിടെ തന്നെ കാത്തിരിക്കണമെന്നും പറഞ്ഞ് ഫ്രാൻസി ആ വീടിന്റെ മതിൽ ചാടി അതിനുള്ളിലേക്ക് പോകുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ വീടിനുള്ളിലേക്ക് കയറി വന്നോളൂ എന്ന മെസ്സേജ് സോഫിയയ്ക്ക് ലഭിക്കുന്നു. അങ്ങനെ സോഫിയയും ആ വീടിനുള്ളിലേക്ക് കയറി ചെല്ലുന്നു. വയറിലെ മുറിവ് കാരണം ഫ്രാൻസി ആകെ ടയേർഡായിരുന്നു. വേദന കൊണ്ട് പുളയുകയാണ് അയാളിപ്പോ. സോഫിയാകട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. സോഫിയ ഫ്രാൻസിയുടെ മുറിവ് ചെറുതായിട്ടൊന്ന് കഴുകി വീണ്ടും പ്ലാസ്റ്റർ വെച്ച് ഒട്ടിക്കുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഫ്രാൻസി പെട്ടെന്ന് അബോധാവസ്ഥയിലാവുന്നു. സോഫിയ പലതവണ വിളിച്ചു നോക്കിയിട്ടും അയാൾ റെസ്പോണ്ട് ചെയ്തില്ല. മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ സോഫിയ വേഗം പുറത്തേക്ക് ഒരു ഡോക്ടറെ അന്വേഷിച്ചിറങ്ങുന്നു. രാത്രി ഏറെ വൈകിയതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ ഷോപ്പ് പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഒരു ചൈനീസ് മസാജ് ആൻഡ് ബ്യൂട്ടി പാർലർ സോഫിയ ശ്രദ്ധിക്കുന്നത്. അതിനുള്ളിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. അവൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് പോകുന്നു. എനിക്ക് ഉടനെ തന്നെ ഒരു ഡോക്ടറുടെ സേവനം ആവശ്യമാണ്, പ്ലീസ് എന്നെ സഹായിക്കണം എന്ന് സോഫിയ അതിനുള്ളിലുള്ളവരോട് പറയുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്നവർ ആ വാതിൽ തുറക്കാൻ തയ്യാറായില്ല. സോഫിയ ഉടനെ തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു കെട്ട് ക്യാഷ് എടുത്ത് അവർക്ക് നേരെ നീട്ടുന്നു. അതോടുകൂടി അവരെല്ലാവരും വന്ന് ഫ്രാൻസിയെയും എടുത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പാതി അബോധാവസ്ഥയിലായിരുന്ന ഫ്രാൻസി തന്റെ ഭാര്യയെക്കുറിച്ചും
മകളായ സോഫിയുടെ ജനനത്തെക്കുറിച്ചുമെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ എത്തിയ ശേഷം അയാളുടെ മുറിവുകൾ തുന്നിക്കെട്ടി മുറിയിലേക്ക് മാറ്റുന്നു. പപ്പയ്ക്ക് കൂട്ടിരിക്കുകയായിരുന്ന സോഫിയ ഫ്രാൻസിയുടെ പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ അവരുടെ ഒരു ഫാമിലി ഫോട്ടോ ലഭിക്കുന്നു. പപ്പയുടെയും അമ്മയുടെയും കൂടെയുള്ള ഒരു കുഞ്ഞു സോഫിയ. അത് കണ്ട് അവൾ പുഞ്ചിരിയോടെ നിറഞ്ഞ കണ്ണുമായി പപ്പയെ നോക്കുന്നു. തുടർന്ന് ഡോക്ടർ ഫെരാരിയോയാണ് കാണിക്കുന്നത്. അയാൾ മിച്ചലിനെ കാണാൻ ചെല്ലുകയാണ്. റിവെഞ്ചിനൊന്നും താല്പര്യമില്ലെങ്കിലും മിച്ചലിന് സ്ത്രീകളോട് നല്ല താല്പര്യമാണ്. ഫെരാരിയോ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ 2-3 സ്ത്രീകളുമായിട്ട് ആർമാദിക്കുകയായിരുന്നു പുള്ളിക്കാരൻ. 3 2 സ്ത്രീകളെ ഉള്ളൂ. എന്തായാലും ആർമാദിക്കട്ടെ എന്ന് ചിന്തിച്ച് ഫെരാരിയോ കാത്തു നിൽക്കുന്നു. അവന്റെ അടുത്തേക്ക് വന്ന മിച്ചലോട്, നിങ്ങളുടെ അച്ഛൻ വീണ്ടും ഫ്രാൻസിയെ തിരയാൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ പണം എനിക്ക് തരേണ്ടി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് അയാളെ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് നിങ്ങളുടെ അച്ഛനോട് പറയാം എന്ന് ഫെരാരിയോ മിച്ചലിനെ അറിയിക്കുന്നു. വേണ്ട, അത് ശരിയാവില്ല. ഞാൻ എന്തൊക്കെ ചെയ്താലും അച്ഛൻ അത് കണ്ടുപിടിക്കും. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് എന്തും നിങ്ങൾ ചെയ്തോ. പക്ഷെ എന്ത് തന്നെയായാലും അത് എന്നെ അറിയിച്ചിരിക്കണം എന്ന് മിച്ചൽ ഫെരാരിയോട് പറയുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. ശേഷം വീണ്ടും ആശുപത്രിയിലെ രംഗങ്ങളാണ് കാണിക്കുന്നത്. അച്ഛനും മകളും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുവരും പരസ്പരം സമാധാനിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ തന്നോട് ക്ഷമിക്കണമെന്ന് ഫ്രാൻസി മകളോട് പറയുന്നു. അതൊന്നും സാരമില്ല എന്നുള്ള രീതിയിൽ സോഫിയ പപ്പയുടെ കൈകൾ തഴുകുന്നു. തുടർന്ന് ഒരു കാർഡ്ബോർഡ് പേപ്പർ എടുത്ത് അതിലേക്ക് എന്തൊക്കെയോ വരച്ചിട്ട് ഫ്രാൻസി സോഫിയോട് പറയും, എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. വൈകുന്ന ഓരോ നിമിഷവും ആപത്താണ്. ഇതേസമയം ഫെരാരിയോയും സംഘവും സോഫിയെ ട്രാക്ക് ചെയ്യുന്നു. അവൾ ഇന്നലെ രാത്രി പുറത്തിറങ്ങിയിരുന്നില്ലേ, അപ്പോഴുള്ള CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് അവർ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ലൊക്കേഷൻ മനസ്സിലാക്കിയ ഉടനെ തന്നെ റൂഡിയും സംഘവും അവരെ പിടിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിച്ചേരുന്നു. ഞാൻ നേരത്തെ ഇത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിരുന്നില്ലേ, അത് ശരിക്കും ഹോസ്പിറ്റലല്ല, ഇല്ലീഗൽ അബോർഷൻസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. മസാജ് സെന്ററിന്റെ അടുത്തല്ലേ, അപ്പൊ അതൊക്കെ നടക്കും. ഇതേസമയം നമ്മുടെ സോഫിയ അതിനടുത്തുണ്ടായിരുന്ന ഒരു കാറ് മോഷ്ടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നേരത്തെ ആ കാർ ബോർഡിൽ ഫ്രാൻസി വരച്ചു കൊടുത്തത് എങ്ങനെ കീയില്ലാതെ കാറ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ്. അത് നോക്കി അവൾ ആ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതും കൊണ്ട് അവൾ ആ ബിൽഡിങ്ങിലേക്ക് പോകുന്നു. ഇതേസമയം മറുവശത്ത് റൂഡിയാവട്ടെ ആ അബോർഷൻ സെന്ററിൽ ഫ്രാൻസിയെയും സോഫിയെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ കണ്ണിൽപ്പെടാതെ ഫ്രാൻസി വിദഗ്ധമായിട്ട് ഒളിക്കുകയും ചെയ്യുന്നു. പൊടുന്നനെ ഫ്രാൻസി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് കണ്ട റൂഡി അയാളുടെ പിന്നാലെ പോകുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ സംഘടനമുണ്ടാവുന്നു. ഇതേസമയം വണ്ടിയും കൊണ്ട് സോഫിയ പുറത്തെത്തിയിരുന്നു. നിർഭാഗ്യവശാൽ റൂഡിയുടെ സംഘത്തിലെ ഒരാൾ അവളെ കണ്ടെത്തുകയും ചെയ്യുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സോഫിയയെ അയാൾ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി നിർത്തുന്നു. ആ തോക്കിനു മുൻപിൽ അടിപതറിയ സോഫിയ പകച്ചു നിൽക്കുകയാണ്. അങ്ങനെ മണ്ടയിൽ ഉണ്ടകൊണ്ട ഗുണ്ട തട്ടിപ്പോയി. ശേഷം സോഫിയയും ഫ്രാൻസിയും മറ്റൊരു ഒളിത്താവളത്തിലേക്ക് രക്ഷപ്പെടുന്നു. അവിടെ വെച്ച് നമ്മുടെ ഫ്രാൻസി ഡോണിനെയും സംഘത്തെയും ആക്രമിക്കുന്നതിന് വേണ്ടി ബോംബുകൾ തയ്യാറാക്കുന്നു. മാത്രവുമല്ല നമ്മുടെ സോഫിയയ്ക്ക് ആക്രമിക്കാൻ വരുന്നവരെ പഞ്ഞിക്കിടാനും അവരെ കത്തി ഉപയോഗിച്ച് ആക്രമിച്ച് വകവരുത്താനും പഠിപ്പിക്കുന്നു. നീ നിന്റെ എതിരാളിയുടെ ജുഗുലാർ വൈനിൽ കത്തി കുത്തി കയറ്റി കഴിഞ്ഞാൽ 30 സെക്കൻഡ് മാത്രമായിരിക്കും അയാൾക്ക് ജീവനുണ്ടാവുക. അങ്ങനെ മരിക്കുന്ന ഒരു വ്യക്തി അവസാനമായി കാണുന്നത് അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു മുഖമായിരിക്കില്ല, മറിച്ച് നിന്റെ മുഖമായിരിക്കും. അതാണ് ഏറ്റവും വലിയ പ്രതികാരം എന്ന് ഫ്രാൻസി സോഫിയയോട് പറയുന്നു. അന്ന് രാത്രി നമ്മുടെ പാവം സോഫിയ അമ്മയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നു. ഫ്രാൻസി ആവട്ടെ അതൊന്നും നിന്റെ തെറ്റല്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. അടുത്ത ദിവസം രാവിലെ നമ്മുടെ സോഫിയ മിച്ചലിന്റെ ഓഫീസിനടുത്ത് ചെന്ന് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ എല്ലാം ഫോട്ടോസ് എടുക്കുന്നു. അത് ഫ്രാൻസിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് സോഫിയെ കാണുകയും അവളോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഗൂഗിൾ മാപ്പ് തന്നെ പറ്റിച്ചതാണെന്ന് പറഞ്ഞ് സോഫിയ ആ സെക്യൂരിറ്റിയെ പറ്റിക്കുന്നു. ശേഷം സോഫിയ അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം ആ സെക്യൂരിറ്റി ഗാർഡ് ആരെയോ ഫോൺ വിളിച്ചിട്ട് തന്റെ കാറിലേക്ക് കയറുന്നു. നമ്മുടെ ഫ്രാൻസി ആ കാറിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അയാൾ ആ സെക്യൂരിറ്റിയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ആ കെട്ടിടത്തിന്റെ ഗ്യാരേജിലേക്ക് വണ്ടി വിടാൻ പറയുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അയാൾ ഫ്രാൻസിയെ അനുസരിക്കുന്നു. അവിടെ എത്തിയ ഉടനെ തന്നെ ഫ്രാൻസി അയാളെ തലയ്ക്കടിച്ച് ബോധം കെടുത്തുന്നു. എന്നിട്ട് ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. അവിടെ CCTV നോക്കിക്കൊണ്ടിരിക്കുന്നവനെ അടിച്ചിടിച്ച് തലയിലേക്ക് തോക്കും ചൂണ്ടി സെക്യൂരിറ്റി കോഡ് അടിച്ച് ഡോറ് ഓപ്പൺ ചെയ്യിപ്പിക്കുന്നു. ശേഷം അവനെയും അടിച്ച് ബോധം കെടുത്തി ഫ്രാൻസി ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകുന്നു. ഇതേസമയം താഴെ നമ്മുടെ സോഫിയ കയ്യിലുണ്ടായിരുന്ന ബാഗിലുണ്ടായിരുന്ന ചെറിയ ബോംബ് അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് പൊട്ടിക്കുന്നു. ബോംബല്ല, ഒരുതരം പടക്കാണ് കേട്ടോ. ആ ശബ്ദം കേട്ടതോടുകൂടി ആ ഓഫീസിലുണ്ടായിരുന്നവരെല്ലാവരും അതെന്താണെന്ന് ശ്രദ്ധിക്കുന്നു. ആ സമയത്ത് ഫ്രാൻസി അവരാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നേരെ മിച്ചലിന്റെ മുറിക്കുള്ളിലേക്ക് കയറുന്നു. മിച്ചലിന് നേരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഫ്രാൻസി അവനെയും കൊണ്ട് പുറത്തേക്ക് വരുന്നു. സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം അങ്ങോട്ടേക്ക് എത്തിയെങ്കിലും അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഇതേസമയം സോഫിയ ആവട്ടെ അവർക്ക് പോകാനുള്ള
പോകാനുള്ള കാറുമായിട്ട് താഴെ തയ്യാറായി നിൽക്കുന്നു. ഏറെ സമയം വൈകാതെ ഫ്രാൻസിയും മിച്ചലിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നു. മിച്ചലിനെ രക്ഷിക്കാൻ ഒരു അവസരവും കാത്ത് അവന്റെ സെക്യൂരിറ്റി ഗാർഡ്സും അവരെ ഫോളോ ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു. ഫ്രാൻസി മിച്ചലിനെ വലിച്ച് ആ കാറിലേക്ക് ഇടുന്നു. പക്ഷേ ഫ്രാൻസി ആ കാറിലേക്ക് കയറുന്നതിന് മുമ്പ് നേരത്തെ അവൻ അടിച്ച് ബോധം കെടുത്തിയ ഒരു സെക്യൂരിറ്റി ഗാർഡ് എഴുന്നേറ്റ് കാറിന് മുന്നിൽ വന്ന് നിന്ന് സോഫിയയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. ഒട്ടും സമയം കളയാതെ സോഫിയ വണ്ടി മുന്നോട്ടേക്കെടുത്ത് അവനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. അതോടെ സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം അവിടെ തുരുതുര വെടിയുതിർക്കാൻ തുടങ്ങി. ഫ്രാൻസിയും ഒളിച്ചു നിന്ന് അവർക്ക് നേരെ ചറപറ വെടി തുടങ്ങി. അങ്ങനെ അതിസാഹസികമായി മിച്ചലിനെയും കൊണ്ട് അവരവിടെ നിന്നും രക്ഷപ്പെടുന്നു. അങ്ങനെ ഒളിസങ്കേതത്തിലെത്തിയ ശേഷം മിച്ചലിനെ ബന്ധനസ്ഥനാക്കി ഫ്രാൻസി അവന്റെ ഫോട്ടോസ് എടുക്കുന്നു. ശേഷം ഇതെല്ലാം ഉടനെ അവസാനിക്കുമെന്ന് സോഫിയയോട് പറഞ്ഞ് ഫ്രാൻസി അവിടെ നിന്ന് പുറപ്പെടുന്നു. ഇതേസമയം ഫ്രാൻസി മിച്ചലിന്റെ ഫോട്ടോ മിച്ചലിന്റെ ഫോണിൽ നിന്ന് തന്നെ റൂഡിക്ക് അയച്ചു കൊടുക്കുന്നു. അവനത് ഡോണാഞ്ചലോയെ കാണിച്ച് മിച്ചൽ ഇപ്പോൾ ഫ്രാൻസിയുടെ പിടിയിലാണെന്ന് അറിയിക്കുന്നു. മാത്രമല്ല ആ ഫോട്ടോയോടൊപ്പം ഫ്രാൻസിയുടെ ഒരു വോയിസ് മെസ്സേജ് കൂടി ഉണ്ടായിരുന്നു. അതും റൂഡി ഡോണാഞ്ചലോയെ കേൾപ്പിക്കുന്നു. നിനക്ക് 1 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുക. നിന്റെ 30 വർഷത്തെ ക്രിമിനൽ കുറ്റങ്ങൾ ഓരോന്നും ഏറ്റുപറയുക. നിന്റെ പൊളിറ്റിക്കൽ പ്രൊട്ടക്ടേഴ്സ്, നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ്, നിന്റെ ബിനാമി വിവരങ്ങൾ, അങ്ങനെ എല്ലാം അവിടെ നീ ഏറ്റുപറയണം. അതിബുദ്ധി കാണിച്ച് നിന്റെ 2ാമത്തെ മകനെ കൂടി കൊല്ലാൻ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ നിന്റെ മകനെ എവിടെ ചെന്നാൽ ജീവനോടെ കിട്ടുമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരും എന്നായിരുന്നു ഫ്രാൻസിയുടെ മെസ്സേജ്. പക്ഷേ തോറ്റുകൊടുക്കാൻ ഡോണാഞ്ചലോ തയ്യാറായിരുന്നില്ല. ഫെരാരിയോയെ വിളിച്ച് എത്രയും പെട്ടെന്ന് അവരെ ട്രാക്ക് ചെയ്യാൻ ഡോണാഞ്ചലോ റൂഡിയോട് പറയുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഫെരാരിയോ അവിടെ എത്തിച്ചേരുകയും ആ ഫോട്ടോ അയച്ചതിന് ശേഷം മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയ ലൊക്കേഷൻ അയാൾ ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഒട്ടും സമയം കളയാതെ റൂഡിയും ഗുണ്ടകളും ആ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരുന്നു. പൂട്ടിക്കിടക്കുന്ന ഒരു റെയിൽവേ ഗ്യാരേജ് ആയിരുന്നു അത്. എല്ലാവരും ഫ്രാൻസിക്കും മിച്ചലിനും വേണ്ടി അവിടെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാൻ റൂഡിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. എല്ലാവരോടും ആ വാൻ ചെക്ക് ചെയ്യാൻ അവൻ ആവശ്യപ്പെടുന്നു. ഗുണ്ടകളെല്ലാവരും അതിനടുത്തേക്ക് എത്തുന്നു. പക്ഷെ ആ വാൻ ലോക്കായിരുന്നു. അവരത് തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓരോരുത്തരായി വെടികൊണ്ട് വീഴാൻ തുടങ്ങി. അതോടെ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചറപറ വെടിയുതിർക്കാൻ തുടങ്ങി. ഫ്രാൻസി ആവട്ടെ ഒളിച്ചു നിന്നുകൊണ്ട് ഗറില്ലാ വാർ നടത്തുകയാണ്. തക്കത്തിന് കിട്ടുന്നവരെയെല്ലാം അവൻ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. റൂഡിയും കൂട്ടാളികളും ചേർന്ന് തുരുതുര വെടിവെച്ചതല്ലാതെ അവർക്ക് ഫ്രാൻസിയെ വീഴ്ത്താൻ സാധിച്ചില്ല. ഫ്രാൻസിയുടെ കൂട്ടാളികളെല്ലാം ആ വാനിന് ചുറ്റും ഒളിച്ചു നിൽക്കുകയാണിപ്പോ. പെട്ടെന്ന് ആ വാനിനുള്ളിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ റിംഗ് ആവുന്നു. അങ്ങനെ റൂഡിക്കൊപ്പം വന്നവരെല്ലാം ചത്ത് മണ്ണടിഞ്ഞു. ഇപ്പോൾ റൂഡി മാത്രമാണ് ബാക്കിയുള്ളത്. എന്നിട്ടും അടിപതറാതെ റൂഡി ഫ്രാൻസിയെ അന്വേഷിക്കാൻ തുടങ്ങി. ഡോണാഞ്ചലോ താൻ പടുത്തുയർത്തിയ തന്റെ സാമ്രാജ്യം സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി ഉപേക്ഷിക്കുമെന്നാണോ നീ കരുതിയത്? ഒരിക്കലുമില്ല എന്ന് റൂഡി വീറോടെ ഫ്രാൻസിയോട് പറയുന്നു. എന്റെ കുടുംബം നിഷ്കളങ്കമായിരുന്നു. അവർക്ക് ഇതുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് ഫ്രാൻസി അമർഷത്തോടെ മറുപടി പറയുന്നു. നിന്നെയും എന്നെയും പോലുള്ളവർക്ക് കുടുംബം ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു അതിന് റൂഡിയുടെ മറുപടി. അങ്ങനെ റൂഡിയുടെ കഥയും കഴിഞ്ഞു. ഇതേസമയം മറുവശത്ത് പപ്പ തിരികെ വരുന്നതും കാത്ത് മിച്ചലിന് കാവലിരിക്കുകയാണ് നമ്മുടെ സോഫിയ. ആ സമയത്ത് എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് മിച്ചൽ സോഫിയോട് അപേക്ഷിക്കുന്നു. സോഫിയ അവിടെയുണ്ടായിരുന്ന കുപ്പിവെള്ളം അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. തുടർന്ന് മിച്ചൽ അവളോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് സംഭവിച്ച എല്ലാ കഷ്ടതകൾക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതെല്ലാം ചെയ്തത് എന്റെ അച്ഛനാണ്. വായടച്ച് മിണ്ടാതിരിക്കെ. നിന്റെ കുടുംബം മുഴുവൻ മാഫിയ ഭ്രാന്തന്മാരാണ്. നീയും നിന്റെ അച്ഛനും കൂടി തന്നെയാണ് അത് ചെയ്തത്. സത്യമായിട്ടും അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനതെല്ലാം മുൻപേ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് നിന്റെ അമ്മയെ ഒരിക്കലും നഷ്ടപ്പെടുമായിരുന്നില്ല. നീ ആരോടാണ് ഈ വെളച്ചിലെടുക്കുന്നത്? നിന്റെ അച്ഛൻ ഗാങ്സ്റ്റർ ആണെന്ന് നിനക്കറിയില്ലായിരുന്നു എന്നോ? ഈ കഥ നീ നിന്റെ ചാവാലി പട്ടികളോട് പറഞ്ഞാൽ മതി. അതിനുത്തരം പറയേണ്ടത് നീയാണ് സോഫിയ. നിന്റെ അച്ഛൻ ശരിക്കും ആരായിരുന്നു എന്ന് നിനക്കറിയാമായിരുന്നു. മിച്ചലിന്റെ ആ ചോദ്യത്തിനു മുന്നിൽ സോഫിയ പതറിപ്പോയി. അവൾക്ക് അതിന് ഉത്തരമുണ്ടായിരുന്നില്ല. എങ്കിലും എനിക്കറിയാം എന്റെ അച്ഛൻ ആരാണെന്നും എന്താണെന്നും എന്ന് അവൾ മിച്ചലിനോട് മറുപടി പറയുന്നു. അയാൾ നിന്നോട് എന്തു പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെ അയാൾ ഒരു ക്രിമിനലാണ്. എന്റെ സഹോദരനെ കൊന്നത് അയാളാണ്. അതുപോലെ നിരവധി പേരെ അയാൾ ക്രൂരമായി കൊന്നു തള്ളിയിട്ടുണ്ട്. എനിക്കറിയാം ഇതൊന്നും നിനക്കറിയില്ല. നീ അയാളെ പോലെയല്ല. നീ നിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയോ? നീ സ്വപ്നം കണ്ട നിന്റെ ഭാവി ഇങ്ങനെയാണോ? കഴിഞ്ഞ 3 ദിവസമായി നീ കടന്നു പോകുന്നത് നീ ഇമാജിൻ ചെയ്ത ലോകത്തിലൂടെയാണോ? നമുക്കിതെല്ലാം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. ഇതൊരു യുദ്ധമല്ല സോഫിയ. നീ ഫ്രാൻസിയുമല്ല.
അതുകൊണ്ട് ദയവേത് എന്നെ പോകാൻ അനുവദിക്ക്. നിനക്ക് സ്വയം രക്ഷപ്പെടാം, ഞാൻ നിന്നെ രക്ഷിക്കാം. അയാൾ പറയുന്നത് സത്യമാണോ നുണയാണോ എന്നറിയാതെ സോഫിയ ഒരു നിമിഷം പകച്ചു നിന്നുപോയി. ആ സമയത്ത് പെട്ടെന്ന് അവൾക്ക് ഫ്രാൻസിയുടെ കോൾ വരുന്നു. അവൾ വേഗം ചെന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ ഫ്രാൻസിയുടെയും സോഫിയയുടെയും ലൊക്കേഷൻ ആ ഫോൺ കോൾ ടാപ്പ് ചെയ്ത് പോലീസുകാർ ട്രാക്ക് ചെയ്യുന്നു. തുടർന്ന് പോലീസുകാർ 2 ഗ്രൂപ്പായി തിരിഞ്ഞ് ഒരു സംഘം സോഫിയയുടെ ലൊക്കേഷനിലേക്കും മറ്റൊരു സംഘം ഫ്രാൻസിയുടെ പിന്നാലെയും പോകുന്നു. ഫ്രാൻസി സോഫിയെ ഫോൺ വിളിച്ചുകൊണ്ട് കാറിൽ ഡോൺ ആഞ്ചലോയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഫോൺ കോളും അയാൾ ഡോൺ ആഞ്ചലോയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നതും ഒക്കെ ഒരുമിച്ച് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് രണ്ടും വിഷ്വലി കാണിക്കുന്നത് പോലെ എനിക്ക് ഒരുമിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം ഫോൺ കോളിലെ കാര്യങ്ങൾ പറയാം, പിന്നീട് ഡോൺ ആഞ്ചലോയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാം കേട്ടോ. പപ്പ ഇപ്പൊ എവിടെയാ? എന്തെങ്കിലും പറ്റിയോ? വേഗം ഇങ്ങോട്ടേക്ക് തിരിച്ചു വാ എന്ന് സോഫിയ ഫ്രാൻസിയോട് പറയുന്നു. എനിക്കൊന്നും പറ്റിയിട്ടില്ല മോളെ, പക്ഷേ എനിക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. പപ്പ പ്ലീസ് പപ്പ തിരിച്ചു വാ പപ്പ, എനിക്ക് വേണ്ടി തിരിച്ചു വാ. ഇല്ല മോളെ, അതിന് സാധിക്കില്ല. ഇതൊന്നും നിന്നിലേക്ക് എത്താതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്, പക്ഷേ സാധിച്ചില്ല. ഇനി നിന്നെ സുരക്ഷിതമാക്കി നിർത്താൻ ഒരേ ഒരു കാര്യമേ എനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡോൺ ആഞ്ചലോയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറിച്ചു മാറ്റുക. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. ഞാനില്ലെങ്കിലും നിനക്കിപ്പോൾ സർവൈവ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. ഐ ലവ് യു സോഫിയ, ഐ ലവ് യു സോ മച്ച് എന്ന് വളരെ വികാരാധീനനായി ഫ്രാൻസി സോഫിയോട് പറയുന്നു. പാവം സോഫിയ അലറിക്കരയാനല്ലാതെ അവൾക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ശേഷം നമ്മുടെ ഫ്രാൻസി ഡോൺ ആഞ്ചലോയുടെ വീടിന് മുന്നിലെത്തുന്നു. വളരെ സാഹസികമായി അയാൾ ആ വീടിനുള്ളിലേക്ക് കടക്കുന്നു. ആ സീനുകളൊന്നും ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, നിങ്ങളങ്ങ് കണ്ടു നോക്കിയാട്ടെ. അങ്ങനെ ഫ്രാൻസി ഡോൺ ആഞ്ചലോയുടെ മുന്നിലെത്തുന്നു. എന്നെ കൊന്നിട്ട് നിനക്കിവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതുന്നുണ്ടോ? മാത്രവുമല്ല നിന്റെ ആ തേവിടിച്ച് മോളെ അവരെന്ത് ചെയ്യുമെന്നും നിനക്കറിയാലോ എന്ന് ഡോൺ ആഞ്ചലോ ഫ്രാൻസിയെ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ ഫ്രാൻസി അയാളുടെ തീരുമാനം മാറ്റിയില്ല. നീ ഒരിക്കലും എന്റെ ഫാമിലിയെ തൊടാൻ പാടില്ലായിരുന്നു, അവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണമായിരുന്നു എന്ന് ആക്രോശിച്ചുകൊണ്ട് ഫ്രാൻസി ഡോൺ ആഞ്ചലോയുടെ കഥ കഴിക്കുന്നു. ശേഷം ഫ്രാൻസി വീടിന് താഴെ എത്തിയപ്പോഴേക്കും അവനെ പോലീസുകാർ വളഞ്ഞിരുന്നു. അവന് നേരെ സ്നൈപ്പറുകൾ ചൂണ്ടി കീഴടങ്ങാൻ പോലീസുകാർ ആക്രോശിക്കുന്നു. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് ഫ്രാൻസി അവന്റെ കൈകൾ തോക്കെടുക്കാൻ എന്നതുപോലെ പിന്നിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സീൻ കണ്ടപ്പോൾ തമിഴില് വിക്രത്തിന്റെ ഭീമ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നില്ലേ, ആ സീനാണ് ഓർമ്മ വന്നത്. ഇതേസമയം മറുവശത്ത് പോലീസുകാർ സോഫിയയുടെ ലൊക്കേഷനിൽ എത്തിയിരുന്നു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരി ചിരിച്ചുകൊണ്ട് സോഫിയയ്ക്ക് നേരെ കൈനീട്ടുന്നു. പേടിക്കേണ്ട, എല്ലാം കഴിഞ്ഞു എന്ന് അവൾ സോഫിയയെ സമാധാനിപ്പിക്കുന്നു. അതായത് സോഫിയയെ ഒരു കുറ്റവാളിയായിട്ട് അവർ കണ്ടിട്ടില്ല. അവൾ ആ പോലീസുകാരിയെ ഹഗ് ചെയ്യുന്നു. പാവം സോഫിയ, അച്ഛന്റെ ഓർമ്മകളിലേക്ക് അവൾ വഴുതി വീഴുന്നു. ബാക്കിയുള്ള പോലീസുകാർ മിച്ചലിനെയും രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ അവർ സോഫിയയെ ഒരു അനാഥാലയത്തിലേക്ക് മാറ്റുന്നു. അടുത്ത ദിവസം സോഫിയെ കാണാൻ അവിടേക്ക് മിച്ചൽ വരുന്നു. അയാൾ കൊണ്ടുവന്ന ചോക്ലേറ്റ് തനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അവൾ തട്ടിമാറ്റുന്നു. എന്തിനാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അവൾ മിച്ചലിനോട് ചോദിക്കുന്നു. ജഡ്ജിനോട് ഞാൻ സംസാരിച്ചുവെന്നും നിന്നെ പ്രതി ചേർക്കാൻ പാടില്ല എന്നും നിന്റെ മേലുള്ള കുറ്റങ്ങളെല്ലാം ഒഴിവാക്കണമെന്നും ഞാൻ അറിയിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ നിനക്കെതിരെ യാതൊരു നിയമ നടപടികളും സ്വീകരിക്കുകയില്ല. യു ആർ ഫ്രീ നൗ, നീ സ്വതന്ത്രയാണ്, മിച്ചൽ സോഫിയോട് പറയുന്നു. പക്ഷെ സോഫിയ അതിനൊന്നും പ്രതികരിച്ചില്ല. എനിക്കും നിനക്കും ഒരേ ഡെസ്റ്റിനിയാണ്. നമ്മുടെ അച്ഛന്മാരുടെ പാപങ്ങളുടെ ഫലമാണ് നമ്മൾ രണ്ടുപേരും ഇത്രയും കാലം അനുഭവിച്ചത്. ഇപ്പോ നമ്മൾ അതിൽ നിന്നും മോചിതരായിരിക്കുകയാണ്. ഇത് പറയാൻ വേണ്ടിയാണോ താൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ദേഷ്യത്തോടെ സോഫിയ അയാളോട് ചോദിക്കുന്നു. അല്ല, എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഡോൺ ആഞ്ചലോയും ഫ്രാൻസിയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അധികം താമസിയാതെ നീയും യൗവനത്തിലേക്ക് കടക്കും. നിനക്ക് പുതിയ ജീവിതം ആരംഭിക്കാം. അതിന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞ് മിച്ചൽ ലൈംഗിക ചുവയോടുകൂടി അവളെ നോക്കിയിട്ട് അയാളുടെ വിസിറ്റിംഗ് കാർഡ് സോഫിയയ്ക്ക് നേരെ നീട്ടുന്നു. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. താഴെ കാറിൽ മിച്ചലിനോടൊപ്പം ഫെരാരിയോയും ഉണ്ടായിരുന്നു. എന്താണ് നിന്റെ പ്ലാൻ എന്ന് ഫെരാരിയോ മിച്ചലിനോട് ചോദിക്കുന്നു. അങ്ങനെ ഒരു പ്ലാനൊന്നുമില്ല, പക്ഷെ കഴുത്തിൽ കയർ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ച് അവളെ എനിക്ക് കൊല്ലണം, എന്റെ അച്ഛൻ മരിച്ചതുപോലെ. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. ദിവസങ്ങൾ കടന്നുപോയി. സോഫിയയ്ക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കുന്നു. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൾ ആ ഓർഫനേജിൽ നിന്നും പുറത്തേക്ക് വരുന്നു. തുടർന്ന് മിച്ചലിനെയാണ് കാണിക്കുന്നത്. അവൻ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫെരാരിയോ അവനെ കോൾ വിളിച്ച് സോഫിയ ആ ഓർഫനേജിൽ നിന്ന് പോയ വിവരം പറയുന്നു. അവൾ മരിക്കണമെന്ന് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് മിച്ചൽ ഫോൺ കട്ട് ചെയ്യുന്നു. ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കിയ മിച്ചൽ ഞെട്ടിപ്പോയി. സോഫിയ ദേയിരിക്കുന്നു അവന്റെ ഓഫീസ് മുറിയിൽ. ലാസ്യഭാവത്തിൽ സോഫിയ മിച്ചലിനെ നോക്കുന്നു. മനസ്സിൽ ലെടുപൊട്ടിയ സന്തോഷം മറച്ചുവെച്ച് നീ എങ്ങനെ അകത്തേക്ക് വന്നു എന്ന് മിച്ചൽ സോഫിയോട് ചോദിക്കുന്നു. നിങ്ങളുടെ ബിസിനസ് കാർഡും കാണിച്ച് ഒന്ന് ചിരിച്ചപ്പോ അവർ എന്നെ അകത്തേക്ക് കയറ്റിവിട്ടു എന്ന് അവൾ മിച്ചലിനോട് പറയുന്നു. ശേഷം സോഫിയ അവന്റെ അടുത്തേക്ക് വന്ന് ശൃംഗാരഭാവത്തിൽ അവനെ ഒന്ന് പുഷ്പിക്കുന്നു. അവൾ അവനോട് ചേർന്ന് നിൽക്കുന്നു. അവന്റെ ഹൃദയമിടിപ്പുകൾ വർദ്ധിക്കാൻ തുടങ്ങി.
സ്വർഗീയ സുഖം അനുഭവിക്കാൻ നിന്ന അവനെ അവൾ നരകത്തിലേക്ക് പറഞ്ഞയച്ചു. ഫ്രാൻസിയുടെ നിയമം ഇതുവരെ അവസാനിച്ചിട്ടില്ല. കൊല്ലുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക, ഇതാണ് നിയമം. ശത്രുക്കളോട് കരുണ കാണിക്കുന്നത് ബലഹീനതയാണ് എന്ന് സോഫിയയുടെ വോയിസ് ഓവറോടുകൂടി സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു സിനിമയുമായിട്ട് കാണാം. അതുവരെ